ചെങ്ങന്നൂർ നഗരസഭയ്ക്കെതിരെയും നഗരസഭയിലെ പ്രതിപക്ഷമായ ബിജെപിക്കെതിരെയും മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദ പ്രസംഗത്തിന് മറുപടിയായി നഗരസഭാ ചെയർപേഴ്സൺ മനീഷ് കീഴാമഠത്തിൽ ആയുർവേദ ആശുപത്രി ഉദ്ഘാടന വേളയിലായിരുന്നു മന്ത്രിയുടെ വിവാദ പരാമർശം. ചെങ്ങന്നൂർ നഗരസഭയ്ക്കെതിരെയും നഗരസഭയിലെ പ്രതിപക്ഷമായ ബിജെപിക്കെതിരെയും ആയുർവേദ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിമർശനത്തിന് മറുപടിയുമായി നഗരസഭാ ചെയർമാൻ മനീഷ് കീഴാമഠത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ആശുപത്രിയുടെ പേരിനൊപ്പം ഉണ്ടായിരുന്ന ചെങ്ങന്നൂർ നഗരസഭയുടെ ആയുർവേദ ആശുപത്രി എന്നുള്ളത് നീക്കിയത് ചട്ടപ്രകാരമല്ല എന്നാണ് ഉദ്ഘാടന വേളയിൽ മന്ത്രി പറഞ്ഞത്. UDF വിട്ടുനിന്നതിനെ സജി ചെറിയാൻ വിമർശിച്ചിരുന്നു. താൻ ആരെയും കുറ്റം പറയാനില്ല, വികസന കാര്യത്തിൽ എല്ലാവരും യോജിച്ചു പോകണമെന്ന നിലപാടാണ് തനിക്കുള്ളത്. പ്രതിപക്ഷത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല, നല്ല നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം, അതിന് രാഷ്ട്രീയമില്ല. 2018 മുൻപ് ചെങ്ങന്നൂർ വികസന പ്രവർത്തനങ്ങളിൽ പിന്നിലായിരുന്നു. കക്ഷി രാഷ്ട്രീയം നോക്കിയല്ല ജനങ്ങൾ തങ്ങളെ ജയിപ്പിച്ചത്. നാടിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് കരുതിയാണ് ജനങ്ങൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചതെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് പിന്നെ തീർക്കാം. പക്ഷേ ചെങ്ങന്നൂർ ഏറ്റവും പുറകിലായിരുന്നു 2016 മുമ്പ്. ഓർത്തോണം, എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങൾക്ക് വോട്ട് ചെയ്തത്, നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചത് ഈ നാടിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം നിങ്ങൾ കാണണം എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് മറുപടിയുമായാണ് നഗരസഭാ ചെയർമാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. PC വിഷ്ണുനാഥ് MLA ആയിരുന്ന കാലത്ത് നഗരസഭയുടെ ആവശ്യപ്രകാരമാണ് ITI ജംഗ്ഷന് സമീപം 35 സെന്റ് പുറമ്പോക്ക് ഭൂമി ആശുപത്രിക്ക് വിട്ടു നൽകിയതെന്ന് മനീഷ് കീഴാമഠത്തിൽ പറഞ്ഞു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും മരുന്ന് വാങ്ങുന്നതിനുമായി വർഷം തോറും നഗരസഭ തുക അനുവദിക്കുന്നുണ്ട്. ഈ വർഷം 40 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്നു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സ്ഥലം ആയുഷ് വകുപ്പിന് കൈമാറുകയും കെട്ടിടം പണിതതും സ്വാഗതാർഹമാണ്. എന്നാൽ ആശുപത്രിയുടെ ദൈനംദിന നടത്തിപ്പും സാമ്പത്തിക കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നഗരസഭയാണ്. ഏകപക്ഷീയമായി മന്ത്രി പേരുമാറ്റം നടത്തിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഉദ്ഘാടന ചടങ്ങിൽ വിട്ടുനിന്നതെന്നും ചെയർമാൻ വ്യക്തമാക്കി. മൊത്തത്തിൽ നഗരസഭയുടെ ഹോസ്പിറ്റലിൻ്റെ പേര് അത് നഗരസഭ വേണ്ടാന്നൊരു തീരുമാനം അവിടുത്തെ സ്വാഗത സംഘ കമ്മിറ്റിയിൽ വന്നെന്നും അവിടുത്തെ മെഡിക്കൽ ഓഫീസർ തന്നെ ഞങ്ങളെ പല പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നഗരസഭ എന്നുള്ള പേരവിടെ വരണ്ട എന്ന് പറഞ്ഞപ്പം അതെന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിച്ചപ്പം പറഞ്ഞ റീസൺ MLA ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് വന്ന് അത് വെക്കണ്ട, നഗരസഭ എന്നുള്ള പേരവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതെന്നാണ് അറിയിച്ചത്. ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ആ ആയുർവേദ ആശുപത്രി ദൈനംദിന കാര്യങ്ങൾക്ക് പോലും ചെക്ക് എഴുതുന്നത് ഒപ്പിടുന്നത് നഗരസഭാ ചെയർമാനാണ്, അല്ലാതെ മന്ത്രിയല്ല, അല്ലെ MLA അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് സൂപ്പർവിഷനിലുള്ള ഹോസ്പിറ്റലിൽ അതിനകത്ത് നഗരസഭയുടെ പേര് വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങളെയും അവിടെ പ്രോഗ്രാമിലേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടാക്കി മാറ്റിയത്. CDNet ന്യൂസ്, മാവേലിക്കര.